ഇന്ത്യൻ കാടുകളിൽ ഏറ്റവും കൂടുതൽ ഭയാനകമായ ഒന്നാണ് നരഭോജികൾ. വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണവ. ഓരോ ദിവസവും ഉറങ്ങാൻ സമയം നാളെ ആരെയാണോ നരഭോജി പിടിക്കുക എന്നോർത്തായിരിക്കും അവർ കിടക്കുന്നത്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, എപ്പോഴും പേടിച്ച് ജീവിക്കുന്നത്. നഗരങ്ങളിൽ കഴിയുന്നവർക്ക് അത് മനസ്സിലാകില്ല. വൈകുന്നേര സമയം 2 പേർ മീൻപിടുത്തത്തിനായി കായലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ ദാരിദ്ര്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്തെങ്കിലും ചെയ്ത് കുറച്ച് കാശുണ്ടാക്കണം. അവർ പതിവ് പോലെ മീൻ പിടിക്കാനായി പുറപ്പെട്ടു. 2 പേരും നദിയുടെ ഇരുവശത്തുമായി നിന്നു. നദിയിലേക്ക് വല താഴ്ത്തി. നദിയുടെ ആഴം കുറഞ്ഞ ഭാഗമാണിത്. ഒഴുകി വരുന്ന വെള്ളം വലയിൽ കൂടി കടന്നു പോകും. മീനുണ്ടെങ്കിൽ അതിൽ കുടുങ്ങി കിടക്കും. ഇതാണ് പരിപാടി. ചിലപ്പോഴൊക്കെ പാമ്പുകൾ വലയിൽ കുടുങ്ങാറുണ്ട്. രാത്രിയാണെങ്കിൽ മെനക്കേടാണ്. അവർ അന്നും വലയിട്ടു. പക്ഷേ എന്തോ അന്നൊന്നും കിട്ടിയില്ല. കുറച്ച് മീനുകൾ മാത്രമാണ് കിട്ടിയത്. വീണ്ടും അവർ വലയിട്ടു. പക്ഷേ മീനുകൾ വളരെ കുറവാണ്. 2 പേർക്കും നിരാശയായി. എന്ത് പറ്റിയെന്ന് ആലോചിച്ച് അവർ നിന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം അരുവിയുടെ മറ്റൊരു ഭാഗത്ത് വലയിടാം. അവർ അങ്ങനെ പറഞ്ഞ് പതിയെ വീടുകളിലേക്ക് നടന്നു. രാത്രി കിടക്കാൻ സമയം ഒരാൾ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം വളരെ മോശമായിപ്പോയി. മീനൊന്നും കിട്ടിയില്ല. ഞാനും സുഹൃത്തും നിറയെ സമയം വലയിട്ട് നോക്കിയെങ്കിലും വളരെ കുറച്ച് മീൻ മാത്രമാണ് കിട്ടിയത്. ഭാര്യ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യവുമില്ല. കിട്ടിയ കുറച്ച് മീൻ കറി വെച്ചല്ലോ, നാളെ നോക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട. അവർ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ആ ഗ്രാമത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്ന കാര്യം അവരാരും അറിഞ്ഞിരുന്നില്ല. രാത്രി സമയം മലനിരകളിൽ നിന്നും ചില മുന്നറിയിപ്പ് ശബ്ദങ്ങൾ കേൾക്കാം. ഗ്രാമീണൻ അത് കേട്ടു. അവൻ ചിന്തിച്ചു, ഇതെന്താണ് പതിവില്ലാത്ത ശബ്ദങ്ങൾ? സാധാരണ ചില സമയങ്ങളിൽ ഇങ്ങനെ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ കേൾക്കുക പതിവാണ്. കാരണം വനാതിർത്തിയിലാണ് ഇവരുടെ വീട്. പുലികളും കടുവകളുമൊക്കെ ആ കാണുന്ന വനങ്ങളിൽ ഉണ്ട്. അവ രാത്രി കടന്നു പോകുമ്പോൾ മാനും കുരങ്ങുമൊക്കെ ഇങ്ങനെ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ഉണ്ടാക്കുക പതിവാണ്. ഇത് ഗ്രാമീണരൊക്കെ സ്ഥിരമായി കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ശബ്ദങ്ങൾ ദൂരെ മലയിടുക്കിലല്ല, മറിച്ച് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലാണ് കേൾക്കുന്നത്. ശബ്ദം അടുത്തേക്ക് വരുന്നുണ്ടോ എന്നയാൾക്ക് സംശയമല്ല, സത്യമാണ്. തങ്ങളുടെ ഗ്രാമത്തിൻ്റെ നേർക്കാണ് ശബ്ദങ്ങൾ വരുന്നത്. അയാളുടെ മനസ്സൊന്ന് പതറി. തങ്ങളുടെ കോഴികളെയും ആടുകളെയും പിടിക്കാൻ ഏതോ ഒരു ദുഷ്ടമൃഗം വരുന്നുണ്ട്. കോഴികളെയും ആടുകളെയുമൊക്കെ നല്ല രീതിയിൽ കൂട്ടിനകത്ത് ആക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം. പോയി നോക്കിയാലോ? പക്ഷേ അതിനുള്ള ധൈര്യം ഇപ്പോൾ അയാൾക്കില്ല. കാരണം മുന്നറിയിപ്പ് ശബ്ദങ്ങൾ അവരുടെ ഗ്രാമത്തിൽ എത്തിയിരുന്നു. അയാൾ ചെവി കൂർപ്പിച്ചു. തങ്ങളുടെ കോഴികളെയോ മറ്റോ ശബ്ദമുണ്ടാക്കുന്നോ എന്ന്. കാരണം കോഴിക്കൂട്ടിൽ പുലി കയറുകയാണെങ്കിൽ അവ ശബ്ദമുണ്ടാക്കും. അപ്പോൾ അറിയാൻ കഴിയും. അതിനാൽ അയാൾ ചെവി കൂർപ്പിച്ചു. ഇല്ല, ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ആ വന്യമൃഗം തിരികെ പോയി കാണുമായിരിക്കാം, അവർ ആശ്വസിച്ചു. പക്ഷേ അയാളുടെ ആശ്വാസത്തിന് സമയം കിട്ടിയില്ല. ചെറിയ കാലടി ശബ്ദം അയാൾ കേട്ടു. സൂക്ഷിച്ചു കേട്ടപ്പോൾ ഏതോ ഒരു വലിയ മൃഗം തങ്ങളുടെ കുടിലിന് സമീപം വരുന്നുണ്ടോ എന്ന് സംശയം. അയാൾ ഭാര്യയെ വിളിച്ച് കാര്യം പറഞ്ഞു. 2 പേരും പതുക്കെ പുറത്തേക്ക് നോക്കി. ഒരു വലിയ നിഴൽ അവരുടെ കുടിലിലൂടെ കടന്നു പോകുന്നു. ബലം വയ്ക്കുന്നതായി അവർക്ക് തോന്നി. ആ നിഴലിൻ്റെ വലുപ്പത്തിൽ നിന്നും ഒരു കടുവയാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. അത് തങ്ങളുടെ കുടിലിന് ചുറ്റും നടക്കുകയാണ്. താൻ നേരത്തെ പിടിച്ചുകൊണ്ടുവന്ന മീൻ ആയിരിക്കുമോ അവൻ്റെ ലക്ഷ്യം? അതോ ആടോ കോഴിയോ ആണോ? അങ്ങനെയെങ്കിൽ കോഴിക്കൂടിന് അടുത്തേക്കല്ലേ പോകേണ്ടത്? പക്ഷേ കടുവ കുടിലിന് ചുറ്റുമാണ് ഇപ്പോൾ നടക്കുന്നത്. നിഴൽ അനങ്ങുന്നത് അവർ നോക്കി നിന്നു. പെട്ടെന്ന് ആ നിഴൽ നിന്നു. ആ നിഴൽ അവരെ നോക്കുന്നത് പോലെ അവർക്ക് തോന്നി. നിഴലിൻ്റെ വലിപ്പം കൂടിക്കൂടി വന്നു. ആ മൃഗം ഇപ്പോൾ തങ്ങളുടെ കുടിലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവർ പേടിച്ചു. മീനോ കോഴിയോ ആടോ അല്ല, തങ്ങളെയാണ് അവൻ തിരക്കി വന്നിരിക്കുന്നതെന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായി. അവർ പേടിച്ച് വിറച്ചു. അവരുടെ മരണം അവർ മനസ്സിൽ കണ്ടു. എന്തെങ്കിലും ആയുധം എടുത്താലോ എന്നവർ ചിന്തിച്ചു. ചെറിയൊരു കത്തി അവർ എടുത്തു. വിളക്കും കയ്യിൽ വെച്ചു. വിളക്കിൻ്റെ പ്രകാശം കണ്ടാൽ കടുവ പോയാലോ എന്നവർ കരുതി. ചെറിയ മുറക്കങ്ങൾ അവർ കേട്ടു തുടങ്ങി. കടുവ കുടിലിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ ശ്വാസോച്ഛ്വാസം പോലും അവർക്ക് വ്യക്തമായി കേൾക്കാം. കുടിലിനുള്ളിൽ മനുഷ്യരുണ്ടെന്ന് ആ ജീവി അറിഞ്ഞിരിക്കുന്നു.
അത് കുടിലിൻ്റെ വശത്തെ തടിയിൽ നഖങ്ങൾ കൊണ്ട് ഉരച്ചു. ആ ശബ്ദം കേട്ട് രണ്ടുപേരും പേടിച്ച് വിറച്ചു. കരയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ശബ്ദം കേട്ട് കടുവ അകത്തേക്ക് വന്നാലോ? കടുവ പതുക്കെ തടികൾക്കിടയിൽ വിടവുണ്ടാക്കാൻ നോക്കി. അതിൻ്റെ കൈ കുടിലിന് അകത്തേക്ക് വന്നു. അവർ കിടക്കുന്ന കിടക്ക വരെ അവൻ്റെ കൈകൾ വന്നു. അവർ രണ്ടുപേരും പുറകോട്ട് മാറി. കടുവ വീണ്ടും കൈകൊണ്ട് തടി മറച്ചിടാൻ ശ്രമം തുടങ്ങി. കുടിൽ ആടിയുലഞ്ഞു. കത്തിയെടുത്ത് കടുവയുടെ കയ്യിൽ കുത്തിയാലോ എന്നയാൾ ചിന്തിച്ചു. പക്ഷേ അയാളുടെ ഭാര്യ തടഞ്ഞു. അത് ചിലപ്പോൾ കടുവയ്ക്ക് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നതായിരിക്കാം. കുടിൽ ആടിയുലയുകയാണ്. അതിൽ തൂക്കിയിട്ടിരുന്ന സാധനങ്ങൾ താഴെ വീണു. അവർ രണ്ടുപേരും എതിർവശത്ത് മാറിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും കുടിൽ തകർത്ത് കടുവ അകത്തേക്ക് വരാം. അവർ അത് പ്രതീക്ഷിച്ചിരുന്നു. പൊടുന്നിനെ എല്ലാം നിശബ്ദം. കടുവയുടെ മുറച്ച കേൾക്കുന്നില്ല. എന്തു പറ്റി? അവർ രണ്ടുപേരും നോക്കി. കടുവയെ കാണാനില്ല. അത് അവിടെ നിന്നും പോയിരിക്കുമോ? എന്തുകൊണ്ടായിരിക്കാം കടുവ പോയത്? അവർ ചിന്തിച്ചു. ചിലപ്പോൾ കുടിൽ തകർക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. അതോ ആടിനെയോ കോഴിയോ കണ്ടിട്ടുണ്ടാകുമോ? എന്തായാലും കടുവ പോയത് ഓർത്ത് അവർ സമാധാനിച്ചു. കാടിനകത്ത് നിന്നും മുന്നറിയിപ്പ് ശബ്ദങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നവർ നോക്കി. കാരണം കടുവ തിരികെ പോവുകയാണെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കേണ്ടതാണ്. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. അതിനർത്ഥം കടുവ ഇവിടെ എവിടെയോ തന്നെയുണ്ട്. അവർ വീണ്ടും ഭയന്നു. നാലു വശത്തും അവർ നോക്കി. ഇപ്പോൾ കടുവയുടെ നിഴലുകൾ കാണാനില്ല. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ നിലവിളി ശബ്ദം അവർ കേട്ടു. അടുത്തുള്ള കുടിലിൽ ഒരാളെ കടുവ ആക്രമിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. കടുവയുടെ മുരൾച്ചയും അയാളുടെ നിലവിളി ശബ്ദവും ആ ഗ്രാമമാകെ ഉണർന്നു. എങ്ങും വലിയ ബഹളങ്ങൾ കേൾക്കാം. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. കാരണം ഗ്രാമത്തിന് പുറത്ത് നിരവധി ആളുകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനാൽ അവർ ധൈര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. ആരെയാണ് കടുവ പിടിച്ചതെന്ന് എല്ലാവരും ചോദിച്ചു. തൊട്ടടുത്ത കുടിലിലെ ഒരാളെയാണ് കടുവ പിടിച്ചിരിക്കുന്നത്. ഇവരുടെ കുടിൽ തകർക്കാൻ പറ്റാത്തത് കൊണ്ടാവണം, അല്ലെങ്കിൽ ആ കുടിൽ നിന്നും ശബ്ദം വല്ലതും കേട്ടത് കൊണ്ടാവാം കടുവ അങ്ങേട്ടേക്ക് പോയത്. കുടിലിൻ്റെ വശത്തായി കിടന്നയാളുടെ കാലിൽ പിടികിട്ടിയ കടുവ പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുത്തിരുന്നു. അയാളെയും കടിച്ചെടുത്തുകൊണ്ട് വനത്തിലേക്ക് പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. ആളുകളെല്ലാം പുറത്തെത്തിയിട്ടുണ്ട്. ദൂരെ വനത്തിനകത്ത് കടുവ പിടിച്ച ആളിൻ്റെ നിലവിളി അപ്പോഴും കേൾക്കാമായിരുന്നു. എന്ത് ചെയ്യണം അവർ ചിന്തിച്ചു. ഗ്രാമമുഖ്യൻ പറഞ്ഞു, നമുക്ക് വനത്തിനകത്തേക്ക് കയറി പരിശോധിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ അയാളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാലോ? പക്ഷേ ആളുകളൊന്നും സമ്മതിച്ചില്ല. കാരണം നട്ടപ്പാതിരയാണ്. ഈ സമയത്ത് വനത്തിലേക്ക് പോകുന്നത് വലിയ ആപത്താണ്. അതുമാത്രമല്ല, നരഭോജിയായ ഒരു കടുവയാണ് അകത്ത് പോയിരിക്കുന്നത്. അതിനെ തിരക്കി പോകുന്നത് മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. അതിനാൽ തന്നെ ആരും തയ്യാറല്ല. പക്ഷേ കടുവ പിടിച്ച ആളിൻ്റെ ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോൾ പോകാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ വിളക്കുകളും കമ്പുകളും കത്തിയുമൊക്കെ എടുത്ത് കുറച്ചാളുകൾ കൂട്ടമായി വനത്തിലേക്ക് കടന്നു. സ്ത്രീകൾ ഇതൊക്കെ നോക്കി നിന്നിരുന്നു. ചില സ്ത്രീകൾ തങ്ങളുടെ ആണുങ്ങളെ വനത്തിലേക്ക് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു. പക്ഷേ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ആപത്തൊന്നും വരില്ലെന്ന് പറഞ്ഞ് അവർ അവരെയും കടത്തിവിട്ടു. കാരണം സാധാരണയായി കൂട്ടമായി ആളുകൾ വന്നാൽ കടുവ ആക്രമിക്കാതെ മാറി നിൽക്കുകയാണ് പതിവ്. ഇരുട്ടിലേക്ക് ആളുകൾ പോകുന്നത് അവർ നോക്കി നിന്നു. ആവശ്യത്തിൽ ഇറങ്ങി തിരിച്ചതാണെങ്കിലും വനത്തിൻ്റെ ഇരുട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. രാത്രി പക്ഷികളുടെ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ചീവീടിൻ്റെ ചെവി തുളയ്ക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. പേടിച്ചുപോയ ചിലർ തിരിച്ചു പോകാൻ തുടങ്ങിയെങ്കിലും മറ്റുള്ളവർ സമ്മതിച്ചില്ല. കാരണം ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് എല്ലാവർക്കും ധൈര്യം കാണും. ദൂരെയായി മാനിൻ്റെ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ അവർക്ക് കിട്ടി. ആ വശത്തേക്കാണ് കടുവ പോയിരിക്കുന്നത് അവർക്ക് മനസ്സിലായി. അവർ വളരെ സൂക്ഷിച്ച് മുന്നോട്ടേക്ക് നടന്നു. തറയിൽ നല്ല പാമ്പോ മറ്റോ കാണും. അതിനാൽ വിളക്ക് താഴെ നോക്കിയാണ് അവർ നടക്കുന്നത്. മൂങ്ങകളുടെ മൂളൽ ശബ്ദം കേൾക്കാം. അപ്പോഴേക്കും അവർ കുറേ ദൂരം പിന്നിട്ടിരുന്നു. അവർക്ക് കുറച്ച് ദൂരെ നിന്നായി മുന്നറിയിപ്പ് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. കുറച്ചു ദൂരെ മരങ്ങൾ ഒടിയുന്ന ശബ്ദം കേട്ട് അവർ നിന്നു. എന്താണത്? അവർ പരസ്പരം ചോദിച്ചു. ഒരാൾ പറഞ്ഞു, ആന ഇറങ്ങിയതായിരിക്കാം. ഇതോടെ ഭയം കൂടി. രണ്ടുപേർ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. മുന്നോട്ടേക്ക് പോകാൻ തങ്ങളില്ലെന്ന് അവർ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ കൂരാക്കൂരിട്ട്. അവർ കുറേ ദൂരം കൂടി പിന്നിട്ടിട്ടുണ്ട്. ഇനി ഈ വനത്തിലൂടെ രണ്ടുപേർ മാത്രം തിരിച്ചു പോകുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ അവർക്ക് അതിന് കഴിയില്ലെന്ന് മനസ്സിലായി. എന്തെങ്കിലും വരട്ടെ എന്ന് കരുതി മുന്നോട്ടേക്ക് തന്നെ അവർ നടന്നു. ദൂരെയായി വീണ്ടും മരങ്ങൾ ഒടിയുന്ന ശബ്ദം കേൾക്കാം. അവർ പേടിച്ചു. കുറേ ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ മുന്നിലെ ഒരനക്കം.
പുല്ലുകൾക്കിടയിൽ എന്തോ ഒരു അനക്കമുണ്ട്. അത് ചലിക്കുന്നു. പുല്ലുകൾക്കപ്പുറത്ത് ഏതോ ഒരു മൃഗം ഉണ്ട്. എല്ലാവരും പേടിച്ചു വിറച്ചു. കയ്യിലെ വിളക്ക് അവിടേക്ക് അവർ നീട്ടി. പക്ഷേ അതൊരു മുള്ളൻ പന്നിയായിരുന്നു. അവൻ തീറ്റ തേടി വന്നതാണ്. അവർ മുന്നോട്ടേക്ക് നടന്നു. പെട്ടെന്ന് അടുത്തു നിന്നും ചെറിയൊരു മുരൾച്ച അവർ കേട്ടു. പക്ഷേ അത് കടുവയുടെ അത്ര ഗാംഭീര്യമുള്ള ശബ്ദമല്ല. പിന്നെ എന്താണത്? ഒരു പുലിയുടെ ശബ്ദമായിരുന്നു അത്. ഇവിടെ എവിടെയോ ഒരു പുലിയുണ്ട്. അവൻ തങ്ങളെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ എവിടെയാണെന്നറിയില്ല. അവർ വീണ്ടും നടന്നു. കാരണം പുലികൾ അപകടങ്ങളാണ്. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, മുകളിലെ മരത്തിൽ നോക്കൂ. ആ മരത്തിലെ ഒരു ശിഖരത്തിൽ ഒരു പുലി ഇരിപ്പുണ്ട്. അവനാണ് മുരണ്ടത്. ഇവരെ നോക്കിയാണ് ഇരിപ്പ്. വിളക്ക് പുലിക്ക് നേരെ നീട്ടിയതും അത് ചാടി വശത്തെ ഇരുട്ടിലേക്ക് മറഞ്ഞു. അവർ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. വളരെ നിശബ്ദമായാണ് അവരിപ്പോൾ നടക്കുന്നത്. കാരണം മുന്നറിയിപ്പ് ശബ്ദങ്ങൾ കേട്ട ഭാഗത്ത് അവരിപ്പോൾ എത്തി. ഉറപ്പായും ഇവിടെ എവിടെയെങ്കിലും കടുവ കാണും. അവർ പതിയെ ചുറ്റും നോക്കി. പക്ഷേ ഒന്നും കാണുന്നില്ല. വീണ്ടും മുന്നോട്ടേക്ക് അവർ നീങ്ങി. മുന്നിൽ പോയ ആളുടെ കാൽ എന്തിലോ ഒന്ന് തട്ടി. അയാൾ വിളക്ക് അവിടത്തേക്ക് വെച്ച് നോക്കി. കടുവ പിടിച്ചുകൊണ്ടുപോയ ആളുടെ മൃതശരീരമായിരുന്നു അത്. മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. ഇത് കണ്ടതോടെ എല്ലാവരും പേടിച്ചു. കാരണം തൊട്ടടുത്തെവിടെയോ കടുവ ഉണ്ട്. വശത്തെ പുല്ലുകൾക്കിടയിൽ അവർ വിളക്ക് വെച്ച് നോക്കി. പൊടുന്നനെ ഒരു മരത്തിൻ്റെ പിറകിൽ നിന്നും കടുവ ഇവർക്ക് മേൽ ചാടി വീണു. അവിടെയുണ്ടായിരുന്ന ആളുകൾ വിളക്ക് വലിച്ചെറിഞ്ഞ് ദൂരേക്ക് ഓടി. കടുവ ആരുടെയൊക്കെയോ പിറകെ പോയി. കിട്ടിയവരൊക്കെ അവൻ കടിച്ചു പറിച്ചു. എല്ലാവരും ജീവനും കൊണ്ടോടി ഗ്രാമത്തിലെത്താനെ നോക്കി. ഇരുട്ടിലൂടെ അവർ ഓടി. ചിലർ ചെടികൾ തട്ടി താഴെ വീണു. ആളുകളുടെ ബഹളവും കടുവയുടെ അലർച്ചയുമൊക്കെയായി അവിടമാകെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമായി. ദൂരെ ഗ്രാമത്തിലെ സ്ത്രീകൾ ഈ ശബ്ദം കേട്ടു. തങ്ങളുടെ ആണുങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കടുവ വന്നവരെയും എല്ലാവരെയും ആക്രമിച്ചിരിക്കാമോ? അവർ നോക്കുമ്പോൾ വനത്തിനകത്തു നിന്നും ശബ്ദങ്ങൾ ഗ്രാമത്തിലേക്ക് വരുന്നു. ഓരോരുത്തരായി വന്നു തുടങ്ങി. എല്ലാവർക്കും നല്ല പരിക്കുകളുണ്ട്. താഴെ വീണ് കൈകാലുകൾ മുറിഞ്ഞിട്ടുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളവർ എത്തി. പക്ഷേ അവസാനം വന്നവർക്ക് കടുവയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മറ്റൊരാളുടെ കൈ മുറിഞ്ഞു പോയി. വേറൊരാളുടെ തോളല് കീറി പറഞ്ഞിട്ടുണ്ട്. വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ആ ഗ്രാമം അപ്പോൾ. കുറച്ചു മാറിയുള്ള ആ ഗ്രാമത്തിൽ നിന്നും ആളുകൾ ഇവിടേക്കെത്തി. അവർ കുറച്ച് കാളവണ്ടികൾ വരുത്തിച്ചു. പരിക്ക് പറ്റിയവരെയെല്ലാം അതിൽ കയറ്റി ആശുപത്രിയിലേക്ക് അവർ പറഞ്ഞയച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ നിന്നു. കടുവ ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പറഞ്ഞു, ഇരുട്ടത്ത് കടുവ വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗ്രാമമുഖ്യൻ പറഞ്ഞു, നമുക്ക് വിളക്കുകൾ മരത്തിൽ തൂക്കിയിടാം. അപ്പോൾ എല്ലായിടത്തും വെളിച്ചം വരും. കടുവ വരികയാണെങ്കിൽ കാണാനും കഴിയും. അതനുസരിച്ച് അവർ അടുത്തുള്ള മരങ്ങളിലൊക്കെ വിളക്കുകൾ കെട്ടിത്തൂക്കി തുടങ്ങി. ഒരാൾ മരത്തിൽ കയറി വിളക്ക് കെട്ടുന്ന സമയം കുറച്ചു മാറി പുല്ലുകൾക്കിടയിൽ ഒരനക്കം അയാൾ ശ്രദ്ധിച്ചു. എന്താണത്? അയാളൊന്ന് പതറി. ഒരു വലിയ മൃഗം അവിടെ നിൽപ്പുണ്ട്. അത് കടുവയാണോ? അയാൾ സൂക്ഷിച്ചു നോക്കി. വിളക്കിൻ്റെ പ്രകാശത്തിൽ 2 കണ്ണുകൾ അയാൾ കണ്ടു. അയാളെ നോക്കിക്കൊണ്ട് ആ 2 കണ്ണുകൾ തിളങ്ങുന്നതാണ് അയാൾ കണ്ടത്. അയാൾ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ട് പുല്ലുകൾക്കിൽ ഒളിച്ചിരുന്ന പുള്ളിപ്പുലി ദൂരേക്ക് ഓടി മറിയുന്നതാണ് അയാൾ കണ്ടത്. അപ്പോഴാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. താൻ കണ്ടത് കടുവയല്ല, പുലിയാണല്ലോ. വിളക്ക് കത്തിച്ച ശേഷം അടുത്തുള്ള ഒരു മരച്ചുട്ടിൽ എല്ലാവരും കുത്തിയിരുന്നു. ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം നേരം വെളുത്ത ഉടൻ തന്നെ കടുവയെ തിരക്കി പോകണം. പറ്റിയാൽ അവനെ കൊന്നുകളയണം. എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. അവരുടെ കൂട്ടത്തിലെ ഒരാളെയാണ് ഇപ്പോൾ അവൻ കൊണ്ടുപോയിരിക്കുന്നത്. അവർ കൂടിയിരുന്നു. ദൂരെ മലനിരകളിൽ നിന്ന് എവിടെയോ നിന്നും ഒരു കടുവയുടെ ഗർജനം അവർ കേട്ടു. എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ആ ഗർജനം ദൂരേക്ക് മാറി മാറി പോകുന്നുണ്ട്. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. നേരം വെളുത്തു തുടങ്ങി. എല്ലാവരും കയ്യിൽ ആയുധങ്ങളും എടുത്ത് കത്തി, കമ്പ് തുടങ്ങിയവയ്ക്ക് കൊണ്ടായിരുന്നു അവർ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഇതൊക്കെ കൊണ്ട് എങ്ങനെ ഒരു കടുവയെ കൊല്ലും? പക്ഷെ അതൊന്നും അവർക്ക് ഇപ്പോൾ അറിയണ്ട. എങ്ങനെയെങ്കിലും കടുവയെ കൊന്നേ പറ്റൂ. എല്ലാവരും തയ്യാറായി. നേരം വെളുത്തപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നു. ആരോ ചെന്ന് ഓഫീസിൽ വിവരം അറിയിച്ചിരുന്നു. എല്ലാവരും കൂടെ വനത്തിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. ഗ്രാമീണനെ കടുവ കൊണ്ടുപോയ വഴിയിലൂടെ അവർ തിരച്ചിൽ ആരംഭിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ വല്ലതും ഉണ്ടോ എന്നവർ നോക്കി. കഴിഞ്ഞ രാത്രി കടുവയെ കണ്ട് ഭയന്ന് എല്ലാവരും തിരികെ ഓടിയ വഴിയാണിത്. ഈ വഴിയിലെ ചെടികൾ തട്ടിയാണ് പലരും മറിഞ്ഞു വീണതും പരിക്ക് പറ്റിയതും. അതും ആലോചിച്ചുകൊണ്ട് അവർ മുന്നോട്ടേക്ക് നീങ്ങി. അവർ നോക്കുമ്പോൾ
ചെടിയുടെ ഇലകളിൽ രക്തത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് കാണാം. കടുവ പിടിച്ച ആളിൻ്റെ രക്തമായിരിക്കാം അത്. കുറച്ചപ്പുറത്തെ രക്തം തളം കെട്ടിക്കിടപ്പുണ്ട്. അവിടെ വച്ച് കടുവ അയാളുടെ കഴുത്തിൽ നിന്നും പിടിവിട്ട് കാണും. അതിനാലാണ് അത്രയും രക്തം പോയിരിക്കുന്നത്. പക്ഷേ അയാളുടെ ശരീരം കാണാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. വഴിയിൽ ധാരാളം രക്തപ്പാടുകൾ കാണാം. കുറച്ചുകൂടി പോയപ്പോൾ നിറയെ രക്തം കെട്ടിക്കിടക്കുന്നത് അവർ കണ്ടു. അവിടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ കിടപ്പുണ്ട്. കടുവ മാന്തിക്കേറിയതാകാം. അവിടെ മാകെ വലിയൊരു ആക്രമണം നടന്നതുപോലെ തോന്നി. പിന്നെയും അവർ മുന്നോട്ടേക്ക് പോയി. കുറച്ചപ്പുറത്തായി കടുവ പാതി ഭക്ഷിച്ച മൃതശരീരം അവർ കണ്ടെത്തി. അത് നോക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്കും ഭയാനകമായ കാഴ്ചയായിരുന്നു അത്. അവർ കണ്ണുപൊത്തി. കഴിഞ്ഞ ദിവസം വരെ അവരോടൊപ്പം സംസാരിച്ചിരുന്ന യുവാവ് ഇതാ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അവർക്കത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. സങ്കടം മാറി എല്ലാവരുടെയും ഉള്ളിൽ ദേഷ്യം കയറി വന്നു. ആ കടുവയെ എങ്ങനെയെങ്കിലും കൊല്ലണം, അതുമാത്രമേ അവരുടെ മനസ്സിൽ. ഒരു തുണി കൊണ്ട് വന്ന് മൃതശരീരം അവർ പൊതിഞ്ഞെടുത്തു. അതുമായി അവർ ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെ ആളുകളെല്ലാം ഓടി വന്ന് കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞു. അതേസമയം ഫോറസ്റ്റ് ഓഫീസറും വേട്ടക്കാരും കുറച്ച് നാട്ടുകാരും കൂടി സംഭവം നടന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയി. കടുവയെ എങ്ങനെ പിടിക്കാം എന്നായി അവരുടെ ചിന്ത. അടുത്തുള്ള ഒരു മരത്തിൽ മച്ചാൻ കെട്ടിയാലോ എന്നവർ ആലോചിച്ചു. പക്ഷേ കടുവ തിരികെ വരുമോ എന്ന് ഉറപ്പില്ല. മനുഷ്യരുടെ സാന്നിധ്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. വേട്ടക്കാരൻ അവിടെ മാകെ പരിശോധിച്ചു. അവിടെ ഒരു പുള്ളിപ്പുലിയുടെ കാൽപ്പാട് അവർ കണ്ടെത്തി. നേരത്തെ ഇവർ കണ്ടിരുന്ന പുലിയാകാം അത്. മൃതശരീരത്തിൽ നിന്ന് ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ചിട്ടുണ്ടോ എന്നവർ സംശയിച്ചു. അത് അപകടമാണ്. കാരണം ഒരിക്കൽ മനുഷ്യമാംസം ഭക്ഷിച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾ വീണ്ടും വന്ന് മനുഷ്യമാംസത്തിനായി നിൽക്കും. പുതിയൊരു നരഭോജി കൂടി ഉടലെടുക്കാം. കൂടാതെ ഒരു കരടിയുടെ കാൽപ്പാടും അവർ കണ്ടു. കരടി മാംസം ഭക്ഷിക്കുമോ? ഒരാൾ ചോദിച്ചു. ചിലപ്പോൾ ഭക്ഷിക്കും, അവർ മറുപടി പറഞ്ഞു. അതോടെ അവിടെ നിന്നവർ വീണ്ടും ഭയന്നു. കാരണം പുതിയ 2 നരഭോജികൾ കൂടി ഉടലെടുത്തുവോ? പക്ഷേ വേട്ടക്കാരൻ പറഞ്ഞത് അതിന് സാധ്യത ഇല്ല എന്നാണ്. കാരണം ആ മൃഗങ്ങൾ മാംസഭാഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. അതാണ് ഭയക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ കടുവയാണ് നമ്മുടെ ലക്ഷ്യം. അവനെ മാത്രം നോക്കിയാൽ മതി. അവർ തിരിച്ച് ഗ്രാമത്തിലെത്തി. രാത്രി മച്ചാനിലിരിക്കണം. മൃതശരീരം കിട്ടിയ സ്ഥലത്ത് നിന്നും കുറച്ചു മാറി ഒരു കായലാണ്. ആ വനത്തിൽ നിന്നുമാണ് കടുവ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ അവൻ അടുത്ത വനത്തിലായിരിക്കും. മൃതദേഹം കിടന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഒരു മരത്തിൽ അവർ മച്ചാൻ കെട്ടിയിട്ടുണ്ട്. കായലിനരികത്ത് മറ്റൊരു മച്ചാനും. ആ മച്ചാനിൽ രാത്രി ഇരിക്കണം. കായൽ നീന്തിക്കടന്ന് കടുവ വരുമ്പോൾ വെടിതീർക്കണം. ഇതാണ് അവരുടെ പദ്ധതി. ഗ്രാമീണരോട് അന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണം എന്ന് വേട്ടക്കാർ പറഞ്ഞു. കടുവ ഭക്ഷിച്ച ഇരയുടെ ബാക്കി ഭക്ഷിക്കാൻ അവൻ ഉറപ്പായും വരും. എന്നാൽ അത് ഇല്ല എന്നറിയുമ്പോൾ വിശപ്പ് മൂത്ത് ഗ്രാമത്തിലേക്ക് തിരികെ വരാം, അടുത്ത മനുഷ്യവംശത്തിനായി. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായി വീടിനകത്ത് ഇരിക്കണം, പുറത്തേക്കൊന്നും ഇറങ്ങരുത്. വേട്ടക്കാർ കാളക്കുട്ടിയെ വാങ്ങി മച്ചാൻ സമീപം കെട്ടിയിട്ടു. അവർ മച്ചാനിൽ കയറിയിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. താഴെ കാളക്കുട്ടി ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ കാട് പൂർണ്ണ നിശബ്ദമാണ്. ദൂരെ എവിടെയോ നിന്നും ഒരു ആനയുടെ അലറൽ ശബ്ദം കേൾക്കുന്നുണ്ട്. മഞ്ഞിറങ്ങി, നല്ല തണുപ്പ്. വേട്ടക്കാർ വിറയ്ക്കുന്നുണ്ട്. താഴെ കാളക്കുട്ടിയെ നോക്കി അവരിടുന്നു. ചന്ദ്രൻ തലയ്ക്ക് മുകളിലെത്തി. ചെറിയൊരു കാറ്റ് വീശി. മരങ്ങളിലെ ഇലകൾ അനങ്ങുന്നുണ്ട്. താഴ്വരയാകെ കലങ്ങി മറിയുന്ന പോലെ അവർക്ക് തോന്നി. കാളക്കുട്ടിയുടെ ശബ്ദം കൂടി വന്നു. ഇത് ഒരു നല്ല സൂചനയാണ്. കാരണം കാളക്കുട്ടി ഏതോ ഒരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ കരയുന്നത്. അതായത് ഒരു ഇരപിടിയൻ മൃഗം ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. ചിലപ്പോൾ അത് പുള്ളിപ്പുലിയായിരിക്കാം. എങ്കിൽ അവരുടെ പദ്ധതിയെല്ലാം പാളും. അവർ ഉപേക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. കാളക്കുട്ടിയുടെ ഇടതുവശത്തെ പുല്ലുകൾക്കിടയിൽ എന്തോ ഒരു അനക്കം അവർ ശ്രദ്ധിച്ചു. എന്താണത്? കടുവയാണോ? ഒരാൾ ടോർച്ചെടുത്ത് പ്രകാശിപ്പിച്ചു. പുല്ലുകൾക്കിടയിൽ പ്രകാശം പതിച്ചു. ഒരു കുറുക്കൻ അവിടെ നിൽക്കുന്നതാണ് അവർ കണ്ടത്. വെളിച്ചം കണ്ടതും കുറുക്കൻ അവിടെ നിന്നും ഓടി ഒളിച്ചു. പിന്നെ കുറേ നേരത്തേക്ക് നിശബ്ദത പടർന്നു. വനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആനയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. മരച്ചില്ലകൾ പിഴുത് ഭക്ഷിക്കുകയായിരിക്കാം. അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നദിയിലെ വെള്ളത്തിൽ ഒരനക്കം. അവർ സൂക്ഷിച്ചു നോക്കി. എന്തോ ഒന്ന് നദി നീന്തി വരുന്നുണ്ട്. എന്താണത് വ്യക്തമാകുന്നില്ല. കാളക്കുട്ടി അനങ്ങാതിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നദിയിലെ അനക്കം നിലച്ചു. നീന്തി വന്ന മൃഗം തിരികെ പോയി കാണുമോ? നേരം പതിയെ വെളുത്തു തുടങ്ങി. അവർ ഗ്രാമത്തിലേക്ക് ചെന്നു. ഇവരെ കണ്ട ഗ്രാമീണർ ഓടിക്കൂടി. പക്ഷേ സന്തോഷം നൽകുന്ന കാര്യം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല.
എല്ലാവരും വിഷമത്തോടെ തിരികെ പോയി. അവർ പിന്നീട് നദിക്കരയിലേക്ക് പോയി. അവിടത്തെ മണ്ണിൽ അവർ പരിശോധന നടത്തി. വലിയൊരു കടുവയുടെ കാൽപ്പാടുകൾ ആ മണ്ണിൽ കണ്ടെത്തി. അതോടെ കഴിഞ്ഞ രാത്രി നദി നീന്തി വന്നത് കടുവ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു തരത്തിലുമുള്ള ആക്രമണം നടന്നില്ല. കടുവയെ വെടിവെക്കാനും കഴിയുന്നില്ല. വേട്ടക്കാർ എല്ലാ ദിവസവും കാളക്കുട്ടിയെ കെണിയാൻ വച്ച് രാത്രി മച്ചാനിലിരിക്കും. ഒന്നും സംഭവിക്കാതെ തിരികെ പോകും. ഒരു ദിവസം രാത്രി ഗ്രാമത്തിൽ ആളുകൾ ഉറങ്ങുന്ന സമയം ഒരു വീട്ടിലെ ഗൃഹനാഥന് ഒരു സംശയം. തൻ്റെ കുടിലിന് സമീപം എന്തോ ഒന്ന് നിൽപ്പുണ്ടോ എന്ന്. അയാൾ തലയുയർത്തി തടിയുടെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. വലിയൊരു കടുവ നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. ഇതേ സമയം വേട്ടക്കാർ മച്ചാനിലാണ് ഇരിക്കുന്നത്. അവർ കാണാതെ എങ്ങനെയാണ് കടുവ ഗ്രാമത്തിലെത്തിയത്? ഗ്രാമീണൻ ഒരു മരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കാതിരുന്നു. പതിയെ കടുവ പശുത്തൊഴുത്തിലേക്ക് പോയി. വലിയൊരു പശുവിനെ കടിച്ചു വലിച്ചുകൊണ്ട് വനത്തിലേക്ക് കയറി. അയാൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. ചിലപ്പോൾ കടുവ വന്നാലോ? പിറ്റേന്ന് രാവിലെ അയാൾ എല്ലാവരോടും കാര്യം പറഞ്ഞു. വേട്ടക്കാർക്കും സംശയം. കടുവ ഏത് വഴിയായിരിക്കും ഗ്രാമത്തിലെത്തിയത്? അവർ പശുത്തൊഴുത്തിന് സമീപമെത്തി. ആ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. അതിനെ പിന്തുടർന്നു. കടുവ ഏത് വഴിയായിരിക്കാം വന്നത് എന്ന് കണ്ടെത്തണമല്ലോ. അവർ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയി. എന്നാൽ കട്ടികൂടിയ അടിക്കാടുകൾക്കിടയിൽ വച്ച് കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി പോയി. അവർ നിരാശയായി. അന്ന് രാത്രിയും കടുവ ഗ്രാമത്തിലെത്തിയിരുന്നു. വീണ്ടും ഒരു പശുവിനെ കൂടി അവൻ പിടിച്ചുകൊണ്ടുപോയി. അടുത്ത ഒരാഴ്ച കടുവയുടെ ആക്രമണമൊന്നും ഉണ്ടായില്ല. അതേസമയം കുറച്ച് മൈലുകൾ മാറി ഒരു ഗ്രാമത്തിൽ രാത്രി പുലി ഇറങ്ങി. ഗ്രാമീണരുടെ ആടുകളെ അവൻ കൊണ്ടുപോയി. കുറച്ച് ദിവസമായി അവൻ്റെ ആക്രമണം തുടങ്ങിയിട്ട്. ദിവസവും ഓരോ ഇരയെ പുലി കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ആ ഗ്രാമത്തിലെ ആളുകൾ വേട്ടക്കാരനെ വിവരം അറിയിച്ചു. അത് കേട്ട് വേട്ടക്കാർ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ഇപ്പോൾ ഈ ഗ്രാമത്തിൽ കടുവയുടെ ആക്രമണമൊന്നും ഇല്ലല്ലോ. ആ ഗ്രാമത്തിൽ പോയി പുലിയെ കൊന്നിട്ട് തിരികെ വരാം അവർ കരുതി. എന്നാൽ ഗ്രാമീണർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, കടുവയെ പിടിച്ചിട്ട് വേറെവിടെയെങ്കിലും പോയാൽ മതി. നരഭോജി അലഞ്ഞു നടക്കുന്ന ഗ്രാമത്തിൽ എന്ത് ധൈര്യത്തിലാണ് തങ്ങൾ ജീവിക്കുക? തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം വേണം അവർ പറഞ്ഞു. പക്ഷേ 2 വേട്ടക്കാരും ആ ഗ്രാമത്തിലേക്ക് പോയി. അതോടെ നാട്ടുകാർക്ക് പേടിയായി. എന്നാൽ ഒരാഴ്ചയോളം കടുവയുടെ ആക്രമണമൊന്നും ഉണ്ടായതിനാൽ കടുവ ഇവിടം വിട്ട് പോയി കാണുമെന്ന് അവർ ചിന്തിച്ചു. പിറ്റേന്ന് 2 പേർ തേൻ ശേഖരിക്കാനായി വനത്തിലേക്ക് കയറി. കുറേ ദിവസമായി അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കടുവയുടെ ഭീതിയിലായിപ്പോയ ഗ്രാമത്തിൽ നിന്നും ആരും പുറത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല. അങ്ങനെ അവർ 2 പേരും ഒരേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വനത്തിലേക്ക് കയറി. കയ്യിൽ കത്തിയും കമ്പുകളുമുണ്ട്. ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വെച്ചത്. എന്നാൽ കടുവയുടെ മുന്നിൽ ഇതൊന്നും ഫലപ്രദമാകില്ലെന്ന് അവർക്കും അറിയാം. അവർ വനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്നു. അവിടെയാണ് ധാരാളം തേനുള്ളത്. നിറയെ തേനുള്ള ഭാഗത്ത് അവരെത്തി. പക്ഷേ അവർക്ക് മുന്നിലായി കുറ്റിക്കാട്ടിൽ എന്തോ ഒരു അനക്കം. അവർ സൂക്ഷിച്ചു നോക്കി. ഇലകൾ അനങ്ങുന്നുണ്ട്. കടുവയാണോ എന്തോ? പക്ഷേ മുരൾച്ച ഒന്നും കേൾക്കുന്നില്ല. ഒരു കറുത്ത രൂപമാണതിന്. അവർ കുറച്ച് മാറി നിന്നു. എന്നാൽ ഒരു കാട്ടുപന്നിയായിരുന്നു അത്. അത് കാട്ടിലേക്ക് മറഞ്ഞു. അവർ വലിയൊരു മരം കണ്ടു. അതിൽ നിറയെ തേനുണ്ട്. 2 പേരും മരത്തിൽ കയറി നിറയെ തേൻ ശേഖരിച്ചു. പാത്രം നിറഞ്ഞു. പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്നും പാത്രം വഴുതി താഴെ വീണു. തേനൊക്കെ ചിതറിപ്പോയി. അയാൾ ഉടൻ തന്നെ താഴേക്കിറങ്ങി. ചിതറിപ്പോയ തേനൊക്കെ ശേഖരിച്ചു. കൂടെയുണ്ടായിരുന്ന ആൾ മരത്തിന് മുകളിലിരുന്ന് തേൻ ശേഖരിക്കുകയാണ്. പൊടുന്നനെ ഒരു മുറക്കം. അവർ ചുറ്റും നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. മരത്തിന് മുകളിലിരിക്കുന്ന ആൾ താഴേക്കും നോക്കി. അയാൾക്കൊരു സംശയം. തൻ്റെ സുഹൃത്തിൻ്റെ പിറകിലെ ചെടികളിൽ എന്തോ അനക്കം പോലെ. എന്തോ ഒന്ന് സുഹൃത്തിൻ്റെ പിറകെ വരുന്നുണ്ടോ എന്ന് അയാൾ സൂക്ഷിച്ചു നോക്കി. അയാളുടെ ദേഹമാസകലം വിയർത്തു. വലിയൊരു കടുവ സുഹൃത്തിൻ്റെ മേൽ ചാടാനൊരുങ്ങുന്നു. ഉടൻ അയാൾ വിളിച്ചു പറഞ്ഞു, കടുവ വരുന്നു, ഓടിക്കോ. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ തന്നെ കടുവ ചാടി വീണ്ടുന്നു. അയാളുടെ കഴുത്തിൽ കടിച്ചു വലിച്ചു. അയാളുടെ നിലവിളി ശബ്ദം കേട്ട് പേടിച്ച് മരത്തിലിരുന്ന ആൾ കയ്യിലിരുന്ന പാത്രം കടുവയ്ക്ക് മേൽ എറിഞ്ഞു. ദേഷ്യം കയറിയ കടുവ പിടിവിട്ട ശേഷം മരത്തിലിരിക്കുന്ന ആളുടെ മേൽ ചാടി വീണു. അയാളെയും ആക്രമിച്ചു. ഇവരുടെ ശബ്ദം കേട്ട് വനത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ അടുത്തേക്ക് വന്നു. അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കടുവ ഒരാളെ ആക്രമിക്കുന്നതാണ്. അവർ ഉടൻ തന്നെ മരക്കൊമ്പുകൾ മുറിച്ചെടുത്ത് കടുവയ്ക്ക് നേരെ എറിഞ്ഞു. തിരിഞ്ഞു നോക്കിയ കടുവ അവർക്ക് നേരെ ചാടി വീണു. ഈ സമയം നോക്കി 2ാമത്തെയാൾ ഓടി ഗ്രാമത്തിലെത്തിയിരുന്നു. അയാൾ വിവരം ഗ്രാമീണരോട് പറഞ്ഞു. തങ്ങളുടെ ഗ്രാമത്തിൽ വീണ്ടും നരഭോജി എത്തിയിട്ടുണ്ടെന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പോഴേക്കും മറ്റേ ആളുകളും ഓടി ഗ്രാമത്തിലെത്തി.
കടുവ ആദ്യം ആക്രമിച്ച ആളിനെ കടിച്ചുകിടത്തുകൊണ്ട് വനത്തിലേക്ക് പോയി. ദേഷ്യം കയറിയ നാട്ടുകാർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി വനം കയറി. സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കടുവയെ കാണാനില്ല. കൊല്ലപ്പെട്ട ആളിൻ്റെ മൃതദേഹവുമില്ല. അവർ രക്തപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോയി. ദൂരെ എന്തോ ശബ്ദം അവർ കേട്ടു. അവിടെ കടുവ കാണുമെന്ന് അവർക്ക് തോന്നി. അതിനാൽ കുറച്ച് പതുക്കെ അവർ നടന്നു. പൊടുന്നനെ കടുവ അവർക്ക് മേൽ ചാടി വീണു. ആളുകളെല്ലാം പേടിച്ച് വിറച്ചുകൊണ്ട് തിരികെ ഗ്രാമത്തിലേക്ക് ഓടി. തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാര്യങ്ങൾ അറിഞ്ഞ് 2 വേട്ടക്കാരും തിരികെ എത്തി. ആളുകൾ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വേട്ടക്കാർ ഉടൻ തന്നെ അരുവി കടന്ന് അടുത്ത വനമേഖലയിലേക്ക് പോയി. അവിടെയാണ് കടുവയുടെ താമസം. അവിടമാകെ അവർ കടുവയ്ക്കായി അന്വേഷണം നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്തിയില്ല. നദിയുടെ ഒരു വശത്ത് കടുവയുടെ കാൽപ്പാടുകൾ അവർ കണ്ടു. ഈ വശത്ത് കൂടിയായിരിക്കാം കടുവ നദി നീന്തിക്കടന്ന് ഗ്രാമത്തിലേക്ക് വരുന്നത്. അവർ അരുവിയുടെ അടുത്തായി പുതിയൊരു മച്ചാൻ കെട്ടാൻ തന്നെ തീരുമാനിച്ചു. രാത്രിയായതിനാൽ മച്ചാൻ കെട്ടാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. അതിനാൽ തന്നെ പഴയ മച്ചാനിൽ അവർ കയറിയിരുന്നു. വെളുത്ത നിറമുള്ള ഒരു ആടിനെ അവർ കെണിയായി കെട്ടാൻ തീരുമാനിച്ചു. വെളുത്ത നിറം കടുവയ്ക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞേക്കും. അതിനാലാണ് വെളുത്ത നിറത്തിലുള്ള ആടിനെ അവർ വാങ്ങിച്ചത്. രാത്രി ആട് നിർത്താതെ കരഞ്ഞു. നിലാവുള്ള രാത്രിയിൽ ആടിൻ്റെ കരച്ചിൽ മാത്രം കേൾക്കാം. ആടിൻ്റെ ശബ്ദം താഴ്വരയാകെ പറന്നു. പക്ഷേ കടുവയുടെ വരവൊന്നും അവർ കണ്ടില്ല. പാതിരാത്രിയായി. ഒരാൾ നോക്കുമ്പോൾ കരിയിലകൾ അനങ്ങുന്ന ശബ്ദം. ആടിനെ തിരക്കി ഒരു മൃഗം വന്നിട്ടുണ്ട്. ഏതാണ് ആ മൃഗം? അവർ നോക്കി. ഏതോ ഒരു ഇരുണ്ട രൂപം നടന്നു വരുന്നുണ്ട്. ഒരു വേട്ടക്കാരൻ തോക്ക് റെഡിയാക്കി വെച്ചു. കടുവയാണെങ്കിൽ വെടിതീർക്കാം. അവർ പ്രതീക്ഷിച്ച് തന്നെയാണ് നടന്നത്. ഒരു മൃഗം പതിയെ ആടിനടുത്തേക്ക് വരുന്നുണ്ട്. ഒട്ടും സമയം പാഴാക്കാതെ അയാൾ വെടിതീർത്തു. വലിയൊരു അലർച്ചയോടെ ആ മൃഗം ചെടികൾക്ക് മുകളിലേക്ക് ചാടിപ്പോയി. എന്താണ് സംഭവിച്ചത്? മൃഗത്തിന് വെടികൊണ്ടോ എന്നറിയില്ല. അവർ ടോർച്ചെടുത്ത് പ്രകാശിപ്പിച്ചു. കടുവ പോയപ്പോൾ ഇല അനങ്ങിയതാണ്. അവർ 2 പേരും കുറേ നേരം വശത്തെല്ലാം ടോർച്ച് അടിച്ചു നോക്കി. എന്നാൽ മരങ്ങൾ അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. താഴേക്കിറങ്ങാൻ അവർക്ക് പേടിയാണ്. കാരണം മുറിവേറ്റ മൃഗത്തിന് ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കാം. രാവിലെയാകട്ടെ. നേരം വെളുത്തപ്പോൾ അവർ താഴേക്കിറങ്ങി. ഇലകളിൽ രക്തപ്പാടുകൾ കണ്ടു. അപ്പോൾ വെടിയേറ്റിട്ടുണ്ട്. അവർ പതിയെ മുന്നോട്ടേക്ക് നീങ്ങി. കാരണം മുറിവേറ്റ മൃഗം അടുത്തെവിടെയെങ്കിലും കാണും. തങ്ങൾക്ക് മേൽ അവൻ ചാടി വീണേക്കാം. അവർ മുന്നോട്ടേക്ക് തന്നെ നടന്നു. അവർക്ക് മുന്നിലായി എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ടു. പതിയെ അടുത്ത് നോക്കി. അതൊരു പുലിയായിരുന്നു. കടുവയ്ക്കല്ല രാത്രി വെടികൊണ്ടത്, ഒരു പുലിക്കായിരുന്നു. അവർ തളർന്നു. പിന്നീട് അവർ ഗ്രാമത്തിലേക്ക് എത്തി. അന്ന് രാത്രി പുതിയ മച്ചാനിൽ അവർ ഇരുന്നു. ആടിനെ മച്ചാന് താഴെ കെട്ടിയിട്ടു. നേരം ഇട്ടു തുടങ്ങി. രാത്രിയായി കാണും. ഏതോ ഒരു മൃഗം നദി നീന്തി വരുന്ന ശബ്ദം അവർ കേട്ടു. അവർ സൂക്ഷിച്ചു നോക്കി. ആ മൃഗം കരയിലെത്തി. അവർ ഇരുന്ന മരത്തിന് അടിയിലൂടെയാണ് അത് ആടിനടുത്തെത്തിയത്. അപ്പോഴാണ് അത് കടുവയാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ തോക്കെടുത്തതും കടുവ അവിടെ നിന്നും പോയി കളഞ്ഞു. കടുവ ഓടിപ്പോകുന്ന ശബ്ദം അവർക്ക് കേൾക്കാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. കടുവ പോകുന്നത് ഗ്രാമത്തിന് നേർക്കാണ്. ഒരു മനുഷ്യനെ പിടിക്കുക എന്നതായിരിക്കും അവൻ്റെ ലക്ഷ്യം. 2 പേരും ഉടൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലെത്തണം. മനുഷ്യനെ ആക്രമിക്കുന്നതിന് മുൻപ് അവനെ വെടിവെക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തങ്ങൾ പോകുമ്പോൾ കടുവ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് മേൽ ചാടി വീണേക്കാം. അതിനാൽ സൂക്ഷിക്കണം. 2 പേരും സൂക്ഷിച്ചു മുന്നോട്ടേക്ക് നീങ്ങി. അവർ നോക്കുമ്പോൾ തങ്ങളെ ആരോ പിന്തുടർന്നു പോലെ തോന്നുന്നുണ്ട്. കരിയിലകളിൽ ഒരനക്കം. അവർ നിന്നു. ഇപ്പോൾ ശബ്ദമില്ല. 2 ചുവടുകൾ അവർ മുന്നോട്ടേക്ക് വച്ചു. വീണ്ടും കരിയിലകളിൽ ഒരനക്കം. അപകടമണത്ത 2 പേരും തോക്കുറിടാക്കി ടോർച്ച് പ്രകാശിപ്പിച്ചു. അവരെയും നോക്കിക്കൊണ്ട് ഒരു വലിയ കടുവ കുറ്റിക്കാട്ടിൽ നിൽക്കുന്നു. പൊടുന്നനെ ഒരു അലർച്ചയോടെ അത് ചാടി. പേടിച്ചുപോയ വേട്ടക്കാരൻ എങ്ങോട്ടെന്നില്ലാതെ വെടിവെച്ചു. വെടിശബ്ദം കേട്ട് പേടിച്ച കടുവ ഉടൻ പിന്തിരിഞ്ഞ് കുറ്റിക്കാട്ടിൽ മറഞ്ഞു. ചാടി എഴുന്നേറ്റ വേട്ടക്കാർ കടുവ പോയ വഴി വെടിവെച്ചു. പിന്നീട് ശബ്ദങ്ങളൊന്നും കേട്ടില്ല. 2 പേരും പതിയെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. വെടിവെച്ച കേട്ട നാട്ടുകാർ പുറത്തേക്ക് വന്നു കാര്യം ചോദിച്ചു. കടുവയെ കൊന്നില്ല എന്ന് കേട്ടതോടെ എല്ലാവരും നിരാശയായി. അവർ ഉറങ്ങാനായി പോയി. പിറ്റേന്ന് രാത്രി വീണ്ടും മച്ചാനിലെത്തി. കടുവയ്ക്ക് കാത്തിരിപ്പ് തുടർന്നു. അന്നത്തെ രാത്രി ആട് നിശബ്ദനായിരുന്നു. ഒരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കുന്നില്ല. ഇത് നല്ലതല്ലല്ലോ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആട് പതിയെ ശബ്ദമുണ്ടാക്കി തുടങ്ങി. അവർ ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് കാൽപെരുമാറ്റങ്ങൾ അവർ കേട്ടു. ആടിന് നിരക്കി ആരൊക്കെയോ വരുന്നുണ്ട്. അതാണ് ആട് കരഞ്ഞത്. ആരാണത് അവർ ശ്രദ്ധിച്ചു.
നോക്കുമ്പോൾ ആടിൻ്റെ 4 വശത്തു നിന്നും കുറുക്കന്മാർ ചാടി വീണു. അവ ആടിനെ ആക്രമിച്ചു. ആട് കരഞ്ഞു വിളിച്ചു. വേട്ടക്കാർ ഉടൻ തന്നെ കൈവശമുണ്ടായിരുന്ന കല്ലുകൾ പിറക്കി എടുത്ത് കുറുക്കന്മാരെ എറിഞ്ഞു. അതിനുശേഷം പൂർണ്ണ നിശബ്ദമായിരുന്നു. എങ്ങും കടുവയുടെ വരവുണ്ടായില്ല ഇതുവരെയും. അടുത്ത ദിവസം രാത്രി അവർ ഒരു പശുവിനെ വാങ്ങി കെണിയായി കെട്ടി മച്ചാനിലിരുന്നു. രാത്രിയായി. അന്ന് രാത്രിയും കുറുക്കന്മാരുടെ ശല്യമുണ്ടായി. അവ പശുവിൻ്റെ മേൽ ചാടി വീണു. വേട്ടക്കാർ വീണ്ടും കല്ലെടുത്തെറിഞ്ഞ് അവയെ ഓടിച്ചു. അവർ കാത്തിരിപ്പ് തുടർന്നു. പാതിരാത്രിയോടത്ത് കുരങ്ങന്മാരുടെ മുന്നറിയിപ്പ് ശബ്ദം അവർ കിട്ടി. കുറച്ച് ദൂരെ നിന്നുമായിരുന്നു അത്. കടുവ ഇറങ്ങിക്കാണുമെന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടും മുന്നറിയിപ്പ് ശബ്ദം. അത് കടന്നു പോയിരിക്കുന്നത് തൊട്ടടുത്തുനിന്നുമാണ്. ഇലകൾക്ക് മേൽ കാൽപ്പെരുമാറ്റം അവർ ശ്രദ്ധിച്ചു. കടുവ അടുത്തെവിടെയോ ഉണ്ട്. പശു ഉറക്കെ ശബ്ദമുണ്ടാക്കി. ഒരു വേട്ടക്കാരനിരുന്ന മരത്തിന് താഴെ കൂടി എന്തോ ഒന്ന് ഇഴഞ്ഞത് പോലെ അവർക്ക് തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വലിയൊരു കടുവ പശുവിൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു പോകുന്നതാണ് കണ്ടത്. ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല. അയാൾ കടുവയുടെ തലയ്ക്ക് നേരെ വെടിതീർത്തു. വെടികൊണ്ട കടുവ ഒന്ന് പിടഞ്ഞു. ഉടൻ അടുത്ത ആളും വെടിതീർത്തു. പിന്നെ അനക്കമില്ലാതെ കടുവ അവിടെ കിടന്നു. അവർ താഴെ ഇറങ്ങി വന്നു. കടുവ ചത്തെന്ന് ഉറപ്പുവരുത്തി ഗ്രാമത്തിലേക്ക് പോയി കാര്യം പറഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഗ്രാമത്തിൽ നിന്നും വനത്തിലേക്ക് വന്നു. കടുവയെ കണ്ടു. അങ്ങനെ ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ കടുവയെ വേട്ടക്കാർ കൊന്നിരിക്കുന്നു.